ഹലോ ഫ്രണ്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റ് ചെടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമാണ്. കാരണം ഇതൊരു കാക്ടസ് ഗ്രൂപ്പിൽപ്പെട്ട ചെടിയാണ്. കാക്ടസ് എന്ന് പറയുന്ന കള്ളിമുള്ള ചെടികളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് കാക്ടസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ചെടികൾക്ക് വളരെ പ്രത്യേകതകളുണ്ട്. അതിൽ വരുന്ന നല്ലൊരു വിഭാഗം ചെടികൾ അലങ്കാര ചെടികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 സ്പീഷീസാണ്. ഒന്ന് ഹൈലോസിയറസ് അണ്ടേറ്റസ് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ് വെള്ള നിറമാണ്. അതിൻ്റെ സ്കിൻ കളർ, ഫ്രൂട്ടിൻ്റെ സ്കിൻ കളർ ചുമപ്പോ അല്ലെങ്കിൽ പിങ്ക് കളറോ ആയിരിക്കും. മറ്റൊരു സ്പീഷീസ് ഹൈലോസിയറസ് കോസ്റ്റാറിയൻസിസ് എന്നാണ്. ഈ സ്പീഷീസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്ലഷ് റെഡ് കളറായിരിക്കും അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും. ഇതിൻ്റെ സ്കിൻ കളറും അതേപോലെ പിങ്കോ റെഡ് കളറോ ആയിരിക്കും. മൂന്നാമതുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഹൈലോസിയറസ് മെലാന്തസ് എന്നാണ്. ഈ സ്പീഷീസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്രൂട്ട് മഞ്ഞ നിറമായിരിക്കും, പിന്നെ ഫ്ലഷും മഞ്ഞ നിറം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഈ സ്പീഷീസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കുറവാണ് വാസ്തവത്തിൽ. പക്ഷേ ഇതാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഇതിൽ തന്നെ ഈ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഇനത്തിനാണ് കൂടുതൽ ഡിമാൻഡുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് കാക്ടസ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഇതിന് ശരിയായിട്ടുള്ള ഇലയില്ല. ഇതിൻ്റെ ഇല രൂപമാറ്റം സംഭവിച്ച് ഇതിൻ്റെ ഈ അരികിൽ കാണുന്ന മുള്ളുകളായിട്ട്, ഇതിനെ പറയുന്നത് അതിൻ്റെ തോൺസ് എന്നാണ് പറയുക, മുള്ളാണ്. അങ്ങനെ അത് ശരിക്കും ഇല രൂപമാറ്റം സംഭവിച്ച് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നതും സാധാരണ ചെടി കാണുന്ന പോലെയുള്ള ഒരു നോർമൽ സ്റ്റെം അല്ല. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഫ്ലഷി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ്, ഫ്ലഷി ആയിട്ടുള്ള ഒരു തണ്ടാണിത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സ്റ്റെം 2 ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സംഭരിച്ച് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് വളരെ വെള്ളം കുറഞ്ഞ, ജലാംശം കുറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഈ കാക്ടസ് വളർന്നു വരുന്നത്. കാക്ടസ് നമുക്കറിയാം, ഈ മരുഭൂമി പ്രദേശത്ത് പോലും നമുക്ക് കാക്ടസിൻ്റെ പല സ്പീഷീസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മളിവിടെ ഈ കാക്ടസ് കൃഷിയുമായി അല്ലെങ്കിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പലർക്കും ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസോ ഒന്നും നമുക്ക് ലഭ്യമല്ല. പലരും അവരവരുടെ പ്രാക്ടീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏത് തരത്തിലുള്ള കട്ടിങ്സാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ കട്ടിങ്സാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫ്രൂട്ടിൽ കാണുന്ന ചെറിയ വിത്തുകളും മുളയ്ക്കുന്നതാണ്. നമ്മൾ മുളയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തുകളെല്ലാം മുളച്ച് വരും. പക്ഷേ അത് വർഷങ്ങളെടുക്കും അത് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ. അതുകൊണ്ട് തന്നെ ആരും വിത്തിൻ്റെ പുറകെ പോകാറില്ല, കട്ടിങ്സാണ് എടുക്കുന്നത്. കട്ടിങ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള കട്ടിങ്സ് എടുക്കണം, എത്ര നീളത്തിലുള്ള കട്ടിങ്സ് എടുക്കണം, റൂട്ട് ചെയ്ത കട്ടിങ്സാണോ റൂട്ട് ചെയ്യാത്ത കട്ടിങ്സാണോ നല്ലത്, ഇങ്ങനെയൊക്കെയുള്ള സംശയം പൊതുവെ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ചെയ്ത കട്ടിങ്സാണ് നല്ലത്. റൂട്ട് ചെയ്ത കട്ടിങ്സ്, അതായത് നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് റൂട്ടിങ്ങിന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസം എടുക്കുമ്പോഴത്തേക്ക് അത് ആവശ്യമായിട്ടുള്ള വേരുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് കുറച്ച് നീളത്തിൽ വളരാനായിട്ട് തുടങ്ങും. പക്ഷേ ഏത് സൈസിലുള്ള തണ്ടാണെന്നുണ്ടെങ്കിലും മുളയ്ക്കും. ഉദാഹരണമായിട്ട് ഇത് ഞാൻ 2-3 ഇത് കട്ട് ചെയ്ത് കളഞ്ഞ സ്റ്റെമ്മുകളാണ്. ഇത് ഇത്രയും വളരെ ചെറുത്, ഇതാണെങ്കിൽ ഒരു 20-25 സെൻറ്റിമീറ്ററൊക്കെ നീളം വരുള്ളൂ. അതിലൊന്നും നന്നായിട്ട് വേരുകൾ വരുന്നുണ്ട്, ഇതിൻ്റെ അടിഭാഗത്തൊന്നും വേരുകൾ വളരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കട്ടിങ്സ് നമ്മൾ നടാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി നാളെടുക്കും ഇത് ഫ്ലവർ ചെയ്യുന്നതിന്. മാത്രമല്ല ഈ എടുക്കുന്ന കട്ടിങ്സ് ഒരു 3 വർഷമെങ്കിലും പ്രായമുള്ള ചെടികളിൽ നിന്ന് എടുക്കണം. കാരണം അതാണെങ്കിൽ മാത്രമേ നമുക്ക് 1 വർഷം കൊണ്ട് അതിൻ്റെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ.
എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും നീളമുള്ള കട്ടിങ്സ്, അത് ഒറ്റ പീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 2 പീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും നീളമുള്ള കട്ടിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ വളർന്നു വരും. ഇതിപ്പോൾ നട്ടിട്ട് 2.5 മാസം ആയുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ റിങ്ങിൽ കയറി സാമാന്യം നല്ല ഗ്രോത്താണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും കളയാനൊന്നും ഇല്ല. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്നുള്ളതാണ്. അതിന് മലയാളത്തിൽ പറയുന്നത് കൊമ്പ് കോതലെന്നാണ്. ഇവിടെ കൊമ്പെന്ന് പറയുന്ന വാക്കിന് ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം അതത്ര യോജിച്ച ഒന്നല്ല. കാരണം കൊമ്പെന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ഇതിൽ ബ്രാഞ്ചസ് ഒന്നും ഇല്ല. ഇതിലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെമ്മാണുള്ളത്. പക്ഷേ ഇതിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനമാണ്. എന്താണ് പരിശീലനം? ഇവിടെ ഈ ശിഖരങ്ങളെ അല്ലെങ്കിൽ ഈ തണ്ടുകളെ നേരെ വളരുന്നതിനുള്ള ഒരു പരിശീലനമാണ് കൊടുക്കുന്നത്. ചെടിയല്ലേ, നമുക്കത് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ കെട്ടിവെക്കും. ഈ സോഫ്റ്റായിട്ടുള്ള ഇത് പിന്നെ ചണനൂല് കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ സോഫ്റ്റായിട്ടുള്ള ഏതെങ്കിലും നൂല് കൊണ്ട് ഇത് വളർന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ, വളരുമ്പോൾ തന്നെ അതിനെ കെട്ടി വെക്കണം. അത് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ട് ഈ സപ്പോർട്ടുമായിട്ട് ചേർന്നാൽ മാത്രമേ ആ ഭാഗത്ത് നിന്ന് വേരുകൾ വരുള്ളൂ. ഈ വേരിൻ്റെ പ്രധാന ധർമ്മം ഇതിനെ പറയുന്നത് ക്ലിങ്ങിങ് റൂട്ട്സ് അല്ലെങ്കിൽ ഏരിയൽ റൂട്ട്സാണ്. ചെടിയുടെ മണ്ണിനടിയിലാണ് സാധാരണ വേരുകൾ പോകുന്നത്. ഇതിലും അങ്ങനെ പോകുന്ന വേരുകളുണ്ട്. അതാണ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഏരിയൽ ഭാഗത്ത് അല്ലെങ്കിൽ മണ്ണിൻ്റെ മുകൾ ഭാഗത്തുള്ള തണ്ടിൽ നിന്ന് വരുന്ന ചെടികളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ തണ്ടിനെ ബലമായി ഇതിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൃത്യമായിട്ട് പലതവണ കെട്ടേണ്ടി വരും. ഇങ്ങനെ കെട്ടിവെച്ച് ഈ റിങ്ങിൻ്റെ മുകളിൽ എത്തുന്നത് വരെ ആ ഒരു രീതി ഫോളോ ചെയ്ത് എത്തിച്ചിട്ടില്ല എങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വഴിക്കങ്ങ് വളർന്നു പോകും. ഈ റൂട്ട് ഈ സപ്പോർട്ടിൽ പറ്റി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു പോകും. ഇത് ശരിയായിട്ട് ഈ റിങ്ങിൻ്റെ മുകളിൽ വരുന്നാലേ ശരിയായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ, ശരിയായിട്ടുള്ള ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ പരിചരണം കൊടുത്ത് ഈ രീതിയിൽ, പരിചരണം എന്ന് പറയുന്നത് അതിനെ ഈ സപ്പോർട്ടിനോട് തൂണിനോട് ചേർത്ത് കെട്ടി ഈ റിങ്ങിലെത്തുന്നത് വരെ നമ്മളത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. റിങ്ങിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൂണിങ് ഉണ്ട്. അത് വേറെ തരത്തിലുള്ള പ്രൂണിങ്ങാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ റിങ്ങിൽ എത്തുന്നത് വരെ അതിനെ ഈ തൂണിനോട് ചേർത്ത് വെച്ച് കെട്ടുന്ന ഒരു രീതി, അതിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ പ്രൂണിങ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ച് കളയുക എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഒരു തൂണിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ 4 ചെടികൾ വീതമാണ് നടുന്നത്. അപ്പോൾ അതിൽ നിന്ന് 4 തണ്ടുകൾ മാത്രം നമുക്ക് വളർന്ന് മുകളിലെത്തിയാൽ മതി. കാരണം മുകളിലെത്തിയതിന് ശേഷം പിന്നെയും ശാഖകളുണ്ടാവും, പിന്നെയും ബ്രാഞ്ചുകളുണ്ടാവും, ധാരാളം പൂവുണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അടിയിൽ നിന്ന് വരുന്നത് ഒറ്റ തണ്ടായിട്ട് കൊണ്ടുവരുന്നതാണ് സൗകര്യം. അപ്പോൾ അതാണ് അതിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ച് കളയുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരേ തണ്ടിൽ നിന്ന് 2 3 ശിഖരങ്ങൾ വരുന്നു എന്നിരിക്കട്ടെ. നമ്മളത് 3 വളരാൻ അനുവദിക്കാതെ അതിൽ നിന്നും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരു ശിഖരം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ മുറിച്ച് കളയണം. അതാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം സമയാസമയം ചെയ്യണം. ഇതൊക്കെ ഈ കാണുന്ന ചെടികളൊക്കെ പല ആവർത്തി ഇങ്ങനെ അധികമായിട്ട് വന്ന തണ്ടുകൾ മുറിച്ച് കളയുകയും സമയാസമയം ഇതുപോലെ എത്രയോ തവണ ഇത് കെട്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എത്തുന്നത്. കാരണം ഇതിൻ്റെ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഈ തണ്ടുകൾ ഈ തൂണിനോട് ചേർന്നാൽ മാത്രമേ ഒരു സ്റ്റിമുലസ് വരുള്ളൂ. ഈ റൂട്ട് ഇൻഡക്ഷൻ അല്ലെങ്കിൽ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രേരകം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാകണമെങ്കിൽ ഈ സപ്പോർട്ടുമായിട്ട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിവയ്ക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.